ഞാൻ അന്ന് തന്നെ ഇത് പ്രശ്നം ഉണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഇത്ര ലേറ്റ് ആയിട്ടാണ് വന്നത്. കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് വേണ്ടി ചെയ്ത് തന്നെയാണ്. നമ്മൾ ലൈക്ക് ഇത് സംസാര സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണല്ലോ. അപ്പം നമുക്ക് ആരെ വേണേലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല അതിൽ. ഇതിനെയാണ് ചങ്കൂറ്റം, ആണത്തം എന്നൊക്കെ പറയുക. വേടൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സ്വപ്നത്തിൽ പോലും സംഘികൾ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. മോദി കപട ദേശവാദിയാണ് എന്ന് വിളിച്ചു പറഞ്ഞത് അത് മനഃപൂർവ്വം തന്നെയാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ എനിക്കൊരു അതുമില്ല എന്ന് തന്നെ പറയുന്നു. കാരണം എന്താ വെച്ചാൽ ഇന്ത്യൻ ഭരണഘടന അത് തന്നെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ആരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. വഴിയിൽ പോകുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ വെറുതെ വിമർശിക്കില്ലല്ലോ അത്. ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അതായത് നമ്മുടെ നേതാക്കന്മാരെ നമുക്ക് വിമർശിക്കാനുള്ള എല്ലാ റൈറ്റും എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. എന്നാലും എന്താ പൊന്നു മോനെ, റോമാഞ്ചിഫിക്കേഷൻ വന്നു എന്നുള്ളതാ വേടന്റെ ഒരൊറ്റ വാക്കില്. ഇത് കൊള്ളേണ്ടവർക്ക് കൊള്ളുമെന്ന് എനിക്കറിയാം. ഞാൻ മനഃപൂർവ്വം ചെയ്താൽ ഇനിയും ചെയ്യുന്ന പറയുന്നത്. ഒന്ന് കേട്ടു നോക്കി മക്കളെ. കുറച്ച് കാലത്തേക്ക് ഉണ്ടാവുള്ള മാഷ. ഞാൻ അവർക്കും മടുക്കുമ്പോൾ അവർ പൊക്കോളും. നമ്മൾ എന്തായാലും ഈ ജോലി നിർത്താൻ പോകുന്നില്ല. അപ്പോൾ അവർ മടുക്കുമ്പോൾ അവർ പൊക്കോളും. കുഴപ്പമില്ല. ഇത് പ്രശ്നമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റണ്ടേ? ഇവർക്ക് മടുത്ത് കഴിഞ്ഞു. എന്റെ പൊന്നു വേടച്ചേട്ടായി, അവർക്ക് മടുത്ത്. കാരണം BJP അവരുടെ പ്രസ്താവന എന്താ പറഞ്ഞറിയോ? ആരും വേടനെ കുറിച്ച് കമ എന്നൊരു അക്ഷരം മിണ്ടരുത്. കാരണം നമ്മുടെ പാർട്ടിയിൽ നിന്ന് യുവാക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. എന്തുകൊണ്ടാ? ഇവിടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞത് കൊണ്ടേ. ഇവര് പറയുന്ന രാഷ്ട്രീയം എന്താ നമുക്ക് അറിയാലോ. മനുസ്മൃതി, വിചാരധാരയൊക്കെ. ആ ഒരു കാര്യമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു സംഘി പോലും തലയിൽ മുണ്ടിട്ട് അതിൽ നിന്ന് പതുക്കെ മാറി വേറെ വല്ല പാർട്ടിയുടെയും ഇൻകുലാബ് വിളിക്കാൻ പോകും. അത്രേ ഉള്ളൂ. മനുസ്മൃതി, വിചാരധാരയൊക്കെ ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ശുദ്രന്മാര്, സവർണര്, അവർണര്, അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. 4 വിഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ അവരതിനെ കുറിച്ച് പഠിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് സംഘികൾക്ക് വാക്കുകൾ കൂട്ടി വായിക്കാനുള്ള ഒരു കഴിവുണ്ടാവണേ എന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്നിട്ട് അവർ ആ മനുസ്മൃതി, വിചാരധാരയൊക്കെ ഒന്ന് വായിക്കണം. അപ്പൊ എന്താ പറഞ്ഞേ? വേടനെ കുറിച്ച് അവർ സംസാരിച്ചാൽ അവസാനം നാക്ക് കഴിഞ്ഞ് നിർത്തേണ്ടി വരും. ഞാൻ നിർത്താൻ പോണില്ല എന്ന് വേടൻ പറഞ്ഞല്ലോ. അതിന് മുന്നേ തന്നെ BJP-കാർക്ക് കാര്യം മനസ്സിലാവും ചെയ്ത് എല്ലാവരും വിളിച്ച് പറയാ, എന്റെ പൊന്നു ചേച്ചി, എന്റെ പൊന്നു ചേട്ടാ, എന്റെ ജിജി, ആരും ഇനി പറയല്ലേ, നമ്മുടെ പാർട്ടിയിൽ നിന്ന് ആളുകൾ കൊഴിയുന്നു എന്നാ പറയുന്നത്. പിന്നെ തീവ്ര ആ മനോഭാവമുള്ള ആളുകൾ കൊഴിഞ്ഞു പോകുന്നില്ല. അവര് ആ തന്തവൈബ് അടിച്ചിട്ട് ആ ഒരു രാഷ്ട്രീയം പറഞ്ഞ് ഇങ്ങനെ നടക്കും. രാഷ്ട്രീയം? വെറുപ്പിന്റെ രാഷ്ട്രീയം. വേറെ എന്ത് വേടാ, നീ മുന്നോട്ട് പോടാ. തീർച്ചയായിട്ടും. പക്ഷെ അത് നമ്മളെടുക്കുന്ന ജോലി അതാണല്ലോ. അപ്പൊ അത് തീർച്ചയായിട്ടും പാട്ട് എഴുതുന്നതിൽ വേറെ കോംപ്രമൈസും കാര്യങ്ങളൊന്നുമില്ല. അത് ചെയ്തിരിക്കും. വേറെ കോംപ്രമൈസ് ഒന്നുമില്ല, ചെയ്തിരിക്കും. ഇതാണ് ആണത്തം, ഇതാണ് ചങ്കൂറ്റം, ഇതാണ് വേടാ നിന്റെ പിന്നാലെ ആളുകൾ ഇത്ര കൂടുതൽ വരുന്നെന്നുള്ളതാ. ഈ ചങ്കൂറ്റം ആണത്തുള്ളത് കൊണ്ടാ പല ആളുകൾ ഇപ്പോഴും കഴിഞ്ഞു പോയ ഒരു കഥയെ ചൊല്ലി ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് വേറൊന്നും കിട്ടുന്നില്ല, പുതിയതായിട്ട് ഒന്നും കിട്ടുന്നില്ല. വേടന്റെ വരികള് അത് രാജ്യദ്രോഹത്തിനെതിരാണ്, അതാ രാജ്യദ്രോഹ പണ്ടാറം എന്തൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ഇപ്പൊ വിഷകല ചേച്ചിയൊക്കെ കിടന്ന് മെഴുകുകയാണ്. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. വിഷകല ടീച്ചർ നല്ല 2 കിടിലൻ സംഭാഷണങ്ങൾ ഈ വീഡിയോന്റെ അവസാനം ഉണ്ടാവും. ഓക്കെ, ഒരിക്കലും പിന്നോട്ട് പോകരുത്, മുന്നോട്ട് തന്നെ പോകുക. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടൊരു കൂട്ടം ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് മനസ്സിലാക്കിയാ വേട നിനക്ക് കൊള്ളാം. അല്ല പിന്നെ അത്രയധികം ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട് കൂടെ കൂടുന്നുണ്ടേ. അപ്പൊ അത് മനസ്സിലാക്കുക, അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് വേടന്റെയും കൂടി കർത്തവ്യമാണ്. അദ്ദേഹം ഈ വീഡിയോന്റെ ഇടയിൽ അത് പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ NDAയുടെ സഖ്യത്തിൽ തന്നെ ഇപ്പോൾ ഇന്നലെ തുഷാർ അടക്കമുള്ള ഒരു വേടനെ അനുകൂലിച്ച് വേടനെതിരെയുള്ള അത്തരം നടപടികൾ ശരിയല്ല എന്ന് പറയുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ഇലക്ഷനൊക്കെ, പഞ്ചായത്ത് ഇലക്ഷൻ വരെയായില്ലേ 2 മാസം കൂടി കഴിഞ്ഞാൽ. ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത് ഒരു ഉത്തരം പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട് എന്താണെന്ന്. എന്നെയും ഈ പറയുന്ന ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തന്നെ വിളിക്കുന്നുണ്ട്. നമുക്ക് പേഴ്സണലി പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൗഹൃദത്തിലാണ് നമ്മൾ തമ്മിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ട്. എന്നെ എതിർക്കുന്ന പല രാഷ്ട്രീയ കക്ഷികളും പറയുന്നൊക്കെ ഉണ്ട്. എന്തുണ്ടാവണമെന്ന് വെച്ചാൽ കാണാം. ഇത് നമ്മൾ പറഞ്ഞ സാധനം തന്നെ. അതായത് ഇപ്പൊ വേടനെ എതിരെ തിരിഞ്ഞവരൊക്കെ വേടന്റെ കൂടെ കൂടി. വേടൻ നല്ല എഴുത്തുകാരനാണ്, നല്ല പാട്ടുകാരനാണ്, നല്ല യുവാവാണ്. ചില വാക്കുകളെ കുഴപ്പമുള്ളൂ. അതൊരു ഇലക്ഷന്റെ ടൈം അടുത്തും തോറും പറയും, എന്ത് പ്രശ്നം, വേടൻ പറയട്ടെ, വേടന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, അയാൾ പറയട്ടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശശികല ടീച്ചർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഞാൻ വായിക്കുന്ന രാമായണം പോലും ഒരു വേടൻ എഴുതിയ, അതായത് പോലും ഒരു വേടൻ എഴുതിയതാണെന്നാ പറഞ്ഞത്. അതായത് ഒരു വലിയ ക്രെഡിറ്റ് ആയിട്ടല്ല വാൽമീകിയെ കുറിച്ച് പറഞ്ഞത്, ഒരു വേടൻ എഴുതിയതാണ്
എന്നുള്ള രീതിയിൽ പോലും എന്ന് പറഞ്ഞപ്പോ തന്നെ വിഷകലയുടെ അവസ്ഥ ആലോചിച്ചൊക്കെ. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞവർ പറയും വാൽമീകി ആരാന്നറിയോ? വാൽമീകി ദൈവമായിരുന്നു, ആദിവാസിയൊന്നല്ല. ആ ഒരു ദൈവം വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടതാന്ന് പറയും. ഒരു മനുഷ്യൻ എഴുതിയ ഒരു പുസ്തകത്തെ ചൊല്ലിക്കൊണ്ട് ഇവിടെ തമ്മിൽ തല്ലുന്ന ആളുകളാ. ശ്രീരാം എന്ന് വിളിക്കുമ്പോൾ ആളുകൾക്ക് പേടിയാ. ജയ് ശ്രീറാം എന്നിട്ട് കേൾക്കുമ്പോൾ തന്നെ നിഴല് പോലും, നമ്മുടെ നിഴല് പോലും പേടിച്ചോടുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് യു പിയിലൊക്കെ. ഒരു ദൈവത്തിന്റെ പേരിൽ, സോറി, ഒരു മനുഷ്യന്റെ പേരിൽ ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടില്. ഒരു മനുഷ്യൻ എഴുതിയതാ. ആ മനുഷ്യനെ വെറും ഒരു വേടൻ എന്ന രീതിയിലേക്ക് ശശികല ടീച്ചർ പറഞ്ഞു. അപ്പൊ ഇലക്ഷൻ വരാൻ പോവാണ്, ഇവരിങ്ങനൊക്കെ തന്നെ പറയുള്ളൂ. ഇങ്ങനെയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടോ? പുറമേയുള്ള പൊളിറ്റിക്സ് ശ്രദ്ധിക്കാറുണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല. ഇങ്ങനെ വന്ന രാഷ്ട്രീയവും പിന്നെ ഞാൻ ആരൊക്കെയാണെന്ന് ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ട്, അത്ര തന്നെ. വേറെ ഇല്ല 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 ഇല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കാരണം പ്രത്യേകിച്ച്, കാരണം ഇപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നത്. ഞാനൊരു കുറച്ച് ദിവസങ്ങളായിട്ട് കിടന്ന് ഓടാൻ തുടങ്ങിയ ഓട്ടാണ്. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് വീട്ടിൽ സമാധാനത്തിലാണ് ഇരിക്കുന്നത്. എന്തോട്ടം ഓടി നിങ്ങൾക്ക് അറിയണ്ടാവും. ഈ ഇല്ലാവചനങ്ങൾ പറഞ്ഞുകൊണ്ട് ആളെ പിന്നാലെ ആളുകൾ കുറെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആളെ മനഃപൂർവ്വം ജയിലിൽ ആക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു, അത് പാളിപ്പോകുന്നു. പാളിപ്പോകാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുലിപ്പല്ല് കുറെ തമ്പുരാക്കന്മാരെ നെഞ്ചത്തുണ്ട്. അത് പാണന്റെയും പറയന്റെയും നെഞ്ചത്ത് കിടക്കുമ്പോൾ മാത്രം അവർക്ക് പ്രശ്നം തോന്നുന്നു എന്നുള്ളതാ. ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി തമ്പ്രാക്കന്മാരുടെ നെഞ്ചത്ത് നിന്ന് പറിച്ചെടുക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ തന്നെ പ്ലേറ്റ് അങ്ങ് മാറ്റി, അത് മാറ്റി വെച്ചു. ഇതിനെ കുറിച്ചിട്ട് ആ തമ്പുരാക്കന്മാരൊന്നും കമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം കേട്ടോ. കൊള്ളാം. സമാധാനത്തോടു കൂടി നല്ല നല്ല അടിപൊളി വാക്കുകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കും, നല്ല വരികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോ നരിവേട്ട എന്ന സിനിമയുടെ ഒരു പ്രൊമോ സോങ് കണ്ടിട്ടില്ലേ? പൊള്ളിയമ്മൻ, അങ്ങനത്തെ സാധനങ്ങൾ വരട്ടെ. ഉണ്ട്, ഒരുപാട് ഷോസിനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ, ഇതിന്റെ ഭാഗമാണ് അത്. ഞാൻ എന്തായാലും ഒരു 2 മാസത്തെ ഒരു ഗ്യാപ്പിലും കൂടിയാണ്, ത്രോട്ടൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ 2 മാസത്തെ ഗ്യാപ്പിലും കൂടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ഷോസിനും കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. ഇല്ല മാഷെ, ഒരിക്കലും ഉണ്ടാവില്ല. ചേട്ടൻ എന്താ പറഞ്ഞിരുന്നത്? ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്. അത് ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത് വലിയ ഒരു എന്താണ് പറയാ, വലിയ ഊർജ്ജമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താണ് ഇപ്പം അതിന് പറയാ, ഉത്തരവാദിത്വമാണ് അത് ഭയങ്കരമായിട്ടുള്ള. അപ്പം അത് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം കൂടിയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭയങ്കര വിജിലൻ്റ് ആയിട്ട് ഇരിക്കേണ്ട സമയമാണ്. അപ്പോൾ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ. അപ്പോൾ ഞാൻ പോട്ടെ, താങ്ക് യു. ഇനി അടുത്ത പ്രാവശ്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആളുടെ വിനയത്വം കണ്ടോ നിങ്ങള്? ആളുടെ വരികളിലൂടെയും പാട്ടുകളിലൂടെയും അടിപൊളിയായിട്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ആരെ കൊണ്ടും തടുക്കാൻ കഴിയില്ല. പക്ഷെ അയാൾ ഒരാളോടും കയർത്ത് സംസാരിക്കണ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്തൊരു വിനയത്താ. ചേട്ടൻ എന്താ പറഞ്ഞേ? കേട്ടില്ല, മനസ്സിലായില്ല. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കിയേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കാരണം കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനും മേഡം പറയുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും പറയാറ്. അതായത് ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന ആളുകളുടെ കൂടെ കൂടാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതിപ്പോ വേടനെ ഈ ഒരു 2-3-4 മാസത്തിന്റെ ഇടയിൽ ഞാൻ ചെയ്ത വീഡിയോ പോലല്ല, വേടനേക്കാൾ മുന്നേ ഒരു പക്ഷേ ഞാൻ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്തരം വിഷയങ്ങളിൽ എന്നാണ്. എന്റെ ചാനൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാലങ്ങളായിട്ട് സംസാരിക്കുന്നത്. കാലിന്റെ ഇടയിൽ ഒരു ചങ്ങല ഉണ്ടെങ്കിൽ നമുക്ക് അധികം ദൂരം പോകാൻ പറ്റില്ല. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി കാണിക്കുന്ന തെറ്റ് പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. ഇന്ത്യൻ ഭരണഘടന നമുക്ക് എല്ലാവർക്കും എല്ലാ മൗലികാവകാശം തരുന്നുണ്ട്. അതിന് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ട് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ വേണ്ടി വന്ന നമ്മൾ നമുക്ക് വേണ്ടി ഒരു കൊടി ചിലപ്പോൾ ഉയർത്തി എന്നൊക്കെ വരും. വേടൻ ഭാവിയിൽ അങ്ങനെ ഒരു കൊടി ഉയർത്തുമെന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നേരെ ശശികല മേഡത്തിന്റെ അടുത്തേക്ക് പോയാലോ? ഒരു അടിപൊളി സാധനം, നിങ്ങൾ കാത്തിരിക്കുന്ന സാധനം. ഈ വാക്കുകൾ, ഇപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന വാക്കുകൾ ഒരു പക്ഷേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസൽമാൻ പറയുകയാണെങ്കിൽ ഇന്ന് UAP ആണ്. എന്താ വാക്കെന്ന് കേൾക്കണ്ടേ? കേൾക്കാം. അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയാൽ. കാരണം എൻ്റെ വേദങ്ങൾ പറന്ന പുണ്യഭൂമിയാണ്. അപ്പം എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എൻ്റെ മനസ്സിൽ സ്ഥാനം. സുലൈമാനെ, അബ്ദുള്ള കുട്ടി, ഇതൊന്ന് പറയാൻ പറ്റുമോ? എന്റെ ഒരുപാട് സഹോദരങ്ങൾ പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിൽ എന്റെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പോഴത്തെ ഒരു നടി പറഞ്ഞു എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഒരിക്കലെങ്കിലും എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും ഒരു മുസൽമാൻ ഇത് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ എന്താ അവസ്ഥ? അവൻ കിടക്കും ജയിലില്. പക്ഷെ വിഷകലക്ക് പറയാം, വിഷകലക്ക് എന്തും പറയാം. പാകിസ്ഥാൻ അത്ര ഇഷ്ടാന്നാ പറഞ്ഞേ. പഴയ വീഡിയോ. ഇനി പോകാൻ വരട്ടെ. ഞാൻ ഇടക്കിടക്ക് പറയുന്ന സാധനമാണ്,
പൊന്നാനിക്കടൽ മുസൽമാന്റെ, ആറ്റിങ്ങൽ കടൽ അത് ക്രൈസ്തവന്, ഹിന്ദുക്കൾക്ക് കടലില്ല. ഈ സാധനം എന്നും പറയാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ചേച്ചി തന്നെ പറഞ്ഞു തരും. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ഭാഗത്ത് അവിടെ കടലിൽ പോകണമെങ്കിൽ ക്രിസ്ത്യാനിക്ക് മാത്രമേ പോകാൻ പാടൂ. നീണ്ടകര പാലത്തിന് തെക്കു ഭാഗത്തേക്ക് ഒരൊറ്റ ഹിന്ദു മീൻ പിടിക്കാൻ ചെല്ലാൻ പാടില്ല. ഒരു ഹിന്ദുവാണ് അവിടെ വലയിട്ടതെങ്കിൽ, വെള്ളവുമായി ചെന്നതെങ്കിൽ പിടിച്ച് പള്ളിക്കുള്ളിലിട്ട് പൂട്ടിയിടും. ഇതാണ് വിശകല ടീച്ചറുടെ ഒരു പ്രസംഗം. ഇനി പൊന്നാനിക്കടലിനെ കുറിച്ചും കേൾക്കാം. അപ്പൊ കടലിനും മതം. പൊന്നാനിക്കടല് മുസ്ലിമിന്റെയാണ്, ഇവിടെ ആറ്റിങ്ങൽ കടല് ക്രിസ്ത്യാനിറ്റിയാണ്. നമ്മൾ എങ്ങോട്ട് പോകണം? നമുക്ക് എവിടെയുണ്ട്? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹൈന്ദവ സമൂഹം ഇതുവരെ? എന്നിട്ടും അസഹിഷ്ണുതയുടെ മുഴുവൻ ബിരുദവും ചാർത്തുന്നത് ഹൈന്ദവ സമൂഹത്തിന് മേല്. എന്റെ പൊന്ന് ചാച്ചി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോയിലും പറയുന്ന സാധനമാണ്. നിങ്ങൾക്കുള്ള കടൽ അതങ്ങ് കാണ്ടിലയില, ഗുജറാത്ത് കാണ്ടില തുറമുഖം, അത് നിങ്ങളുടെ കടലായിട്ട് നിങ്ങളോട് പ്രഖ്യാപിക്കണം കേട്ടോ. ഇതാണ് പറഞ്ഞത്. കടലിൽ പോലും വിഷം കലർത്തുന്ന ഇമാതിരി മനോഭാവത്തെ നമ്മൾ എന്ത് പറയാനാ? ഞാൻ നിങ്ങൾക്ക് സൈഡിൽ ഇപ്പോ ഒരു ഫോട്ടോ വെച്ച് തന്നിട്ടുണ്ടാവും. അതായത് എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളും ഒന്നാണെന്നല്ലേ പറയുന്നത്. ഒരു ക്ഷേത്രാങ്കണത്തിലുള്ളതാ, വായിച്ചു തരാം. മൈനാപ്പള്ളിയിൽ ശ്രീ അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ ക്ഷേത്ര സംബന്ധമായ സേവനങ്ങളിലും ആചാരാനുഷ്ഠാനങ്ങളിലും കുറവർ, പറയർ, പുലയർ, മറ്റു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ആവശ്യമില്ലെന്ന് ദേവി നാമത്തിൽ ധൈര്യപ്പെടുത്തിക്കൊള്ളുന്നു എന്ന് ഹിന്ദു കരയോഗ സേവാ സമിതി. കരയോഗ സേവാ സമിതി. കൊള്ളാം. ഇത് സത്യമാണെങ്കിൽ എത്ര വിരോധാഭാസമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അംബേദ്കർ അത്ര കഷ്ടപ്പെട്ട് അത്ര റിസർച്ച് നടത്തി എല്ലാവർക്കും വേണ്ടി എഴുതിയ ഭരണഘടനയിൽ ഇങ്ങനെ ഒരു കാര്യം ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു സാധനം വേറൊരു പുസ്തകത്തിലുണ്ട്. ആ പുസ്തകത്തിന്റെ പേരാണ് മനുസ്മൃതി. കേട്ടിട്ടില്ല? കണ്ടിട്ടില്ല? ഓക്കെ, ഇനിയിപ്പോ അതും കൂടി കാണിച്ചു തന്നില്ല എന്ന് വേണ്ട. മനുസ്മൃതിയുടെ ഒരു കുഞ്ഞ സാധനം ഞാൻ സൈഡിൽ വെക്കാം, ഒന്ന് കണ്ടോളെ. മനുസ്മൃതിയിലെ 413 ശ്ലോകത്തിൽ പറയാണ്, കൂലിയോ ഭക്ഷണമോ കൊടുക്കാതെയോ ശൂദ്രനെ കൊണ്ട് ദാസ്യം ചെയ്യിക്കാം. ശൂദ്രൻ എന്ന് പറയുന്ന ആരാണ്? 4 വർണ്ണങ്ങളിൽ 4ാമത്തവനാണ്. സവർണനാണ് ശൂദ്രൻ. ശൂദ്രന്റെ കാര്യമാണ് പറയുന്നത്, സവർണരിൽപ്പെട്ട. അപ്പൊ സവർണരിൽ പെടാത്തവരാണ് ഈഴവരും മറ്റും. സവർണന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പിന്നെ അവർണരുടെ കാര്യം പറയാനില്ലല്ലോ. കൂലിയോ ഭക്ഷണമോ കൊടുക്കാതെയോ ശൂദ്രനെ കൊണ്ട് ദാസ്യം ചെയ്യിക്കാം. കാരണം ബ്രാഹ്മണന്റെ ദാസ്യത്തിനായാണ് ബ്രഹ്മാവ് ശൂദ്രനെ സൃഷ്ടിച്ചത്. അടുത്ത ശ്ലോകം 414 പറയാണ്, യജമാനൻ ഉപേക്ഷിച്ചാലും ശൂദ്രൻ ദാസ്യത്തിൽ നിന്ന് മുക്തനാകുന്നില്ല. ശൂദ്രനു ദാസ്യം ജന്മനായുള്ളതാണ്. അവനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഇതേതാണ് ഗ്രന്ഥം? മനുസ്മൃതി. സന്തോഷേട്ടനായ എന്റെ സവർണ ചേട്ടായിമാരെ, മനുസ്മൃതിയാണ് ഭരണഘടനയാക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ബ്രാഹ്മണിസാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇവർ പറയുന്നത്. ആരൊക്കെയോ എഴുതിയ പല കഥകളെ, ഐതിഹ്യങ്ങളെയൊക്കെ അത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുക. ഈ പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് BJP പ്രവർത്തിക്കേണ്ടതെന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ വേടനെ പോലെയുള്ള ആളുകൾ വേണോ വേണ്ടേ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ കൂടെ പരമാവധി ഷെയർ ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.